ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാനും അമിത് ചക്കാലക്കലിനും ഇഡി നോട്ടീസ് കൊടുക്കും. ഇന്നലെ ഇഡി റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷമായിരിക്കും അവരുടെ ഇഡിയുടെ നടപടി. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ ഇരു താരങ്ങൾക്കും ഇഡിയുടെ നിർദ്ദേശം വന്നു. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റാഫി, ഇന്നലെ നടന്നത് റെയ്ഡാണോ പരിശോധനയാണോ എന്ന വ്യത്യാസമുണ്ടോ എന്ന് ഇഡി രേഖപ്പെടുത്തിയോ? ഇഡി ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും ഇന്നലെ നടന്നത് ഒരു റെയ്ഡ് തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ ഇഡിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ രേഖകൾ ഹാജരാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് നോട്ടീസ് നൽകാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമായും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനാണ് ഈ താരങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ പിടിച്ചെടുത്ത രേഖകൾ ഇന്ന് വിശദമായി ഇഡി പരിശോധിക്കുന്നുണ്ട്. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇന്ന് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. യോഗം ചേർന്നതിന് ശേഷം ഈ താരങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. ഒപ്പം തന്നെ ഈ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ECIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ECIR രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ പ്രധാനമായും ഈ താരങ്ങളോട് ഇഡി ചോദിച്ചറിയാൻ ശ്രമിച്ചത് ഈ വാഹനങ്ങൾ വാങ്ങിയ മുൻ ഉടമകളുടെ വിവരങ്ങളും ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ വാങ്ങുന്ന സമയത്ത് നടത്തിയ സാമ്പത്തിക ഇടപാട് വിവരങ്ങളുമാണ്. ഇത്തരം വിവരങ്ങൾ ഈ നിലവിലെ വാഹന ഉടമകളായ ആളുകളിൽ നിന്ന് ശേഖരിക്കുകയായിരുന്നു ഇന്നലെ ഇഡിയുടെ ലക്ഷ്യം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുക കൂടി ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനാണ് വരും ദിവസങ്ങളിൽ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ഇഡി ഇതിൽ പരിശോധിക്കുന്നത് ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന് ഈ ഭൂട്ടാൻ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇന്ത്യയിലും കേരളത്തിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കോയമ്പത്തൂർ സംഘമാണ്. ഈ സംഘത്തിന് ഹവാല നെറ്റ്വർക്കുകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നീക്കങ്ങളാണ് ഇഡിക്ക് പ്രധാനമായും പരിശോധനയിലുള്ളത്. ഈ ഹവാല നെറ്റ്വർക്കുകൾ ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കുന്നത് ഭൂട്ടാൻ വഴിയാണെങ്കിൽ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ എത്തിക്കുന്നത് നേപ്പാൾ വഴിയാണെങ്കിൽ ഇതിന് കൂടുതൽ ശക്തമായ പരിശോധനകളും നടപടികളും വേണ്ടിവരും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ ഹവാല നെറ്റ്വർക്കുകൾക്ക് എവിടെയെല്ലാമാണ് വേരുകളുള്ളത്, ഇതിൽ എത്രത്തോളം വലിയ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന പരിശോധന. നേരത്തെ കസ്റ്റംസ് തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് 160-ലധികം വാഹനങ്ങൾ കേരളത്തിൽ മാത്രം ഭൂട്ടാനിൽ നിന്ന് കടത്തി വിൽപ്പന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണക്ക്. അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ വളരെ വലിയതായിരിക്കും. കാരണം ഓരോ വാഹനവും അത് വാഹനപ്രേമികൾക്ക് മോഹവിലക്കാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. വാങ്ങിയിരിക്കുന്നത് ശതകോടീശ്വരന്മാരും സിനിമാ താരങ്ങളുമാണ്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു റാഫി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.